ലവീസ് കിച്ചണിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഫ്രൈഡ് റൈസ് വിത്ത് സ്പെഷ്യൽ ചിക്കൻ കറി. ഫ്രൈഡ് റൈസിനായിട്ട് 3 ഗ്ലാസ് ബസുമതി റൈസ് എടുത്തിട്ടുണ്ട്. റൈസ് കുതിരാനായിട്ട് വെള്ളമൊഴിച്ച് അരമണിക്കൂർ വെക്കുക. കുതിർത്ത അരി കഴുകി വൃത്തിയായി ഊറ്റി വെക്കുക. ഇനി നമുക്ക് ഫ്രൈഡ് റൈസ് റെഡിയാക്കാനായി പാത്രം വെച്ച് ചൂടായതിനു ശേഷം 1 സ്പൂൺ നെയ്യ് ഒഴിക്കുക. നെയ്യ് ചൂടായി കഴിയുമ്പോൾ അതിലോട്ട് കറുവപ്പട്ട, ഗ്രാമ്പു, കുരുമുളക്, ഏലയ്ക്ക എന്നിവ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ കുതിർത്ത് വച്ചിരിക്കുന്ന അരി അതിലോട്ട് ഇട്ട് കൊടുക്കുക. നന്നായി ഇളക്കി വറുത്തെടുക്കുക. രണ്ട് സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുക. നന്നായി ഇളക്കുക. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുക. അരി തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ സഹായിക്കും. അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് അരി വേവിച്ചെടുക്കുക. വേവിച്ച് ഊറ്റി മാറ്റി വെക്കുക. അതിനുശേഷം നമുക്ക് ഫ്രൈഡ് റൈസിന് വേണ്ടിയ ചിക്കൻ റെഡിയാക്കാൻ തുടങ്ങാം. 1.5 കിലോ ചിക്കൻ കഴുകി റെഡിയാക്കി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. 1.5 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുക. 2 സ്പൂൺ ഉപ്പും ഇട്ട് നന്നായി ഇളക്കുക. എല്ലാ കഷ്ണങ്ങളിലും മസാല നന്നായി പിടിക്കുവാനായി നന്നായി ഇളക്കി വെക്കുക. ചിക്കൻ കറിക്ക് രുചി കൂടുവാനായി അല്പം മല്ലിയില, പുതിനയില, അല്പം നട്ട്സ് വെള്ളത്തിൽ കുതിർത്ത് വെക്കുക. ചിക്കൻ കറി റെഡിയാക്കുവാനായി ഒരു പാൻ വെച്ച് പാൻ ചൂടായതിനു ശേഷം ഒരു വലിയ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന സവാള അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ 5 സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്. സവാള നല്ലതായിട്ട് വഴറ്റുവാനായി ഇളക്കി കൊടുക്കണം ഇടയ്ക്ക്. സവാള പെട്ടെന്ന് വഴന്നു കിട്ടുവാനായി 2 സ്പൂൺ ഉപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം അരച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 സ്പൂൺ ഇട്ട് കൊടുക്കുക. നന്നായി ഇളക്കി കൊടുക്കുക. രണ്ട് തക്കാളി അരിഞ്ഞത് പേസ്റ്റ് ആക്കിയത് അതിലോട്ട് ഇട്ട് കൊടുക്കുക. നന്നായി ഇളക്കി വഴറ്റിയെടുക്കുക. പെട്ടെന്ന് വഴന്നു കിട്ടുവാനായി അടച്ചു വയ്ക്കുക. ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 സ്പൂൺ മല്ലിപ്പൊടി, 1
2.5 സ്പൂൺ ചിക്കൻ മസാല, 1 ചിക്കൻ ക്യൂബ് ഇട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇപ്പോൾ മസാല റെഡിയായി വന്നിട്ടുണ്ട്. റെഡിയായ മസാലയിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക. അടച്ചു വെച്ച് വേവിക്കുക. അല്പം കറിവേപ്പില ഇട്ട് കൊടുക്കുക. രണ്ട് സ്പൂൺ ഗരം മസാല പൊടി, 2 സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് നന്നായി യോജിപ്പിക്കുക. ആവിയിലിരുന്ന് വേകുവാനായി അടച്ചു വെച്ച് വേവിക്കുക. ചിക്കൻ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. അരക്കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. നന്നായി ഇളക്കി യോജിപ്പിക്കുക. നേരത്തെ കുതിർത്ത് വെച്ച നട്ട്സ്, പുതിനയില, മല്ലിയില ഇവയെല്ലാം കൂടി അരച്ച് ചേർക്കുക. നന്നായി ഇളക്കി യോജിപ്പിക്കുക. അല്പം മല്ലിയില ഇട്ട് കൊടുക്കുക. അടച്ചു വെച്ച് 15 മിനിറ്റ് വേവിക്കുക. ഇപ്പോൾ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അതിനെ മാറ്റി വെക്കുക. ഫ്രൈഡ് റൈസിനുള്ള വെജിറ്റബിൾസ് റെഡിയാക്കി എടുക്കാനായി ഒരു പാൻ വെച്ച് ചൂടാക്കി, പാൻ ചൂടായതിനു ശേഷം ഒരു വലിയ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. 1/2 കപ്പ് ബീൻസ് അരിഞ്ഞു വെച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായി ഇളക്കി കൊടുക്കുക. ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം 1/2 കപ്പ് ചെറുതായി അരിഞ്ഞ ക്യാരറ്റ് ഇട്ട് കൊടുക്കുക. ഇത് ചെയ്യുമ്പോൾ ചെറിയ ഫ്ലെയിമിലിട്ട് വെജിറ്റബിൾ വേവിച്ചെടുക്കുക. പച്ചക്കറിക്ക് ആവശ്യമായ 2 സ്പൂൺ ഉപ്പിട്ട് ഇളക്കി യോജിപ്പിക്കുക. അരിഞ്ഞു വച്ചിരിക്കുന്ന സ്പ്രിംഗ് ഒനിയൻ അതിലൊക്കെ ഇട്ട് കൊടുക്കുക.
അടച്ചു വെച്ച് ആവിയിൽ വേവിച്ചെടുക്കുക. മൂന്ന് മുട്ട പൊട്ടിച്ച് നടുവിലോട്ട് ഒഴിച്ച് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കുക. രണ്ട് സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. അല്പനേരം അടച്ചു വെച്ച് വേവിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. ഫ്രൈഡ് റൈസിന് ആവശ്യമായ കിസ്മിസും നട്ട്സും നെയ്യിൽ വറുത്ത് കോരിയെടുക്കുക. ഒരു നോൺ സ്റ്റിക്ക് പാൻ എടുത്ത് നെയ്യ് തടവി അതിലോട്ട് ലെയറായി വെജിറ്റബിളും റൈസും ലെയറായി ഇട്ട് കൊടുക്കുക. 2 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഏറ്റവും മുകളിലായി വറുത്ത് വെച്ചിരിക്കുന്ന നട്ട്സും കിസ്മിസും ഇട്ട് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസ് ചിക്കൻ കറിയും റെഡിയായി കഴിഞ്ഞു. ഇനി അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി സെർവ് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.